ഹലോ മൈ ഗൈസ്, നമ്മൾ കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു മിക്കവാറും വീടൊക്കെ മാറുമെന്ന്. അപ്പം നമ്മൾ വീടും മാറി. ദേ ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട്. പിന്നെ കാറും ബൈക്കും സൈക്കിളൊക്കെ മാറ്റിയിട്ടുണ്ട്. റെഡ് ബൈക്കും ഒരു പച്ച സൈക്കിളും ഒരു കറുത്തൊരു സെയിം കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ വീട് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഒരു കാര്യം നോക്കൂ, സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല. ലൈറ്റ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു ഗൈസ്. വെള്ളമില്ല. നമ്മളെ പറ്റിച്ചു. ബട്ട് ഓൾറെഡി ദിസ് ഹോം ലുക്സ് വെരി നൈസ്. ഗൈസ്, നല്ല രസമുള്ളൊരു വീടാണ് ഗൈസ്. നമ്മളും കാര്യങ്ങളും വാങ്ങിച്ചിരിക്കണം. നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ പോയി റോൾസ് റോയ്സ് ഒന്ന് നോക്കണം. പിന്നെ നമ്മുടെ ബസ്സൊക്കെ അവിടെയാണ് കിടക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ബൈക്കും കാര്യങ്ങളും. നമ്മൾ ജസ്റ്റ് മോളിയോ കുറച്ച് കളിയില്ലെങ്കിൽ ബൈക്കിന് സൗണ്ട് കാരണം നിങ്ങൾക്ക് ഞാനും കാര്യങ്ങൾ പറയണ കേൾക്കണ്ടേ ഗൈസ്. ഫേസ് ക്യാം വീഡിയോ എന്തായാലും ഉടനെ ഒന്നും വരില്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ ഫേസ് ക്യാം വീഡിയോ വരുള്ളൂ. 2 ആഴ്ചയും വരില്ലായിരിക്കും ഗൈസ്. കാരണം ഓപ്പറേഷൻ ചെയ്യണം എനിക്ക്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഇടിച്ചെടുക്കായിരുന്നു. അപ്പോൾ കമ്പി ഊരാനായിട്ട് ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്യണം. നമ്മളും കാര്യങ്ങൾ ഇപ്പോഴും പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോ സ്ട്രീറ്റിലേക്കാണ് ഗൈസ്. നമ്മുടെ സുബ്രു ഇല്ലല്ലോ, നമ്മുടെ സാബു ചെറുക്കനെ നമ്മളവിടെ വിട്ടിട്ടൊന്നും. ചെറുക്കനാണെങ്കിൽ അവിടെ നിന്ന് വരാനും പറ്റില്ലേ. കാരണം ചെറുക്കൻ്റെ അമ്മയച്ഛനൊക്കെ അവിടെ ഇല്ലേ. ചെറുക്കൻ വളർന്ന സ്ഥലവും അവിടെയാണ്. പിന്നെ ചെറുക്കൻ്റെ അമ്മേനെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടും കാര്യങ്ങളാണ് നമ്മൾ ഗ്രോ സ്ട്രീറ്റിലേക്കും കാര്യങ്ങളും പോകുന്നത് തന്നെ. ഇതേ സുബ്രുട്ടിൻ്റെ കൂട്ടുകാരാണ് നിൽക്കണം. ഒരാളെ പോലെ ഈ ഗെയിമിൽ തന്നെ 7 ആൾക്കാരാണുള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സാബുവിൻ്റെ വീടും കാര്യങ്ങളും ഗ്രോസറിയും കാര്യങ്ങളും പറഞ്ഞത്. നമ്മളപ്പോൾ അവിടെ നിന്ന് വീട് മാറി ഫസ്റ്റ് ഒരു വലിയ മാൻഷൻ നോക്കി വെച്ചാണ്. മാൻഷൻ വേണ്ട, ഞാൻ ഒറ്റക്കാലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാ നോർമൽ ഒരു ഹൗസും കാര്യങ്ങളും വാങ്ങിച്ച്. അപ്പോൾ ഒരു മസ്താങ്ക് പോലും ഒരു വണ്ടിയാണ് പോകുന്നത്. മസ്താങ്ക് കാണുന്നു. നമുക്ക് ഈ വണ്ടീനെ കുറിച്ചൊന്നും അത്ര ധാരണയില്ലേ. ഏത് വൈബേ ഇതാണ് ഫയർഫോഴ്സിൻ്റെ സ്ഥലമാണ് ഗൈസ്. ബാക്കിലും കാര്യങ്ങളും കൊണ്ട് പോലീസുകാർ എന്താണ് കാണിക്കാൻ അവർക്ക് എന്നാ തോന്നുന്നു സാവാന്നും പറഞ്ഞു. ഗൈസ്, നമ്മുടെ സുബ്രൂട്ടൻ നിൽക്കുന്നു. സുബ്രൂട്ടനെ പോലെ ഇരിക്കുന്ന ആളുണ്ട്. സുബ്രൂട്ടൻ്റെ കൂട്ടുകാരുണ്ട്. ഗൈസ് നമ്മുടെ ഊട്ടൻ സുബ്രു അല്ലല്ലോ, സാബൂട്ടൻ ഗൈസ്. പറയുമ്പോൾ മാറിപ്പോണേ. ഗൈസ്, ഐ ഗോട്ട് ഹിം ഫൈനലി. ചെറുക്കനെ കൊണ്ട് നമുക്ക് ഗ്രോസറിറ്റി കൊണ്ടുവിടാം. ചെറുക്കനും വന്ന് ബൈക്ക് ചെയ്യുന്നുണ്ട്. എന്താ അറിയില്ല, ഇവൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ വണ്ടി പോകുമ്പോൾ ഒരു ഇതല്ലേ. ഇതുണ്ടോ ഗൈസ്, ഒൺലി സാഹസികത ഗൈസ്. നിങ്ങൾക്ക് ത്രളലാനെ അറിയാവോ? തും സഹൂറിനെ അറിയാവോ? അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നമ്മൾ ട്രാഫിക് ലൈറ്റൊക്കെ എങ്ങനെ പാലിച്ച് പോണ വീഡിയോയും നമ്മൾ ഓൾ സെറ്റാക്കി വെച്ച് കാണും. പെവറാണ്. ഇതൊക്കെ ഏതാ വഴി? നമ്മൾ ഇവിടെ നിന്ന് പറപ്പിക്കുവാണ് ഫ്രണ്ടൊക്കെ ഇങ്ങനെ പൊക്കി. കൂടുതൽ നമ്മൾ കൂടുതൽ പൊങ്ങിയാൽ പ്രോഫിറ്റും കാര്യങ്ങളും എത്ര ഞാനെല്ലാം ഇടിച്ച് കുട്ടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു ബ്രോയും കാര്യങ്ങളും ദുബായ് ജോസ് എന്ന് പറയുന്ന ഒരു ബ്രോ, അത് വെറുതെ ഫണ്ണി ആയിട്ടിട്ടൊക്കെയാണ്. ദുബായ് ജോസ് എന്നും കാര്യങ്ങളും പറയുന്ന ഒരു ബ്രോ നമുക്കൊരു കാര്യങ്ങൾ അയച്ചായിരുന്നു. കമൻറ്റും കാര്യങ്ങളും അയച്ചായിരുന്നു. ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ കമൻറ്റാണ് ബ്രോ ഇട്ടേക്കുന്നത്. അപ്പോൾ താങ്ക് യു ബ്രോ. ഒന്നും പറയില്ല, താങ്ക് യു. അപ്പം ബ്രോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്കൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ 37 സബ്സ്ക്രൈബേഴ്സ്. നമ്മളിവിടെ വെറുതെ വന്നത് ഇവിടെയുള്ള ഇത് എൻ്റെ ചേട്ടൻ്റെ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് BMW ആണ്. അപ്പോൾ ഇതൊന്നും എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കാനായിട്ടായിരുന്നു. ഞാൻ അവരെ ആരും ഒന്നും ചെയ്തില്ല കേട്ടോ ഗൈസ്. ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടതുള്ളൂ. അവിടെ കുറേ പൈസ എടുക്കുന്നു. ഇത് നമ്മൾ വന്നത് എന്നാന്ന് പറഞ്ഞാൽ ഈ പൈസയൊക്കെ കളക്ട് ചെയ്യാനാണ്. ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഈ കൊടുത്ത് വാങ്ങിച്ച സാധനമായതുകൊണ്ട് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്.
കളക്ട് ചെയ്യാനായിട്ടായിരുന്നു ഗായ്സ് നമ്മൾ ഇത് വന്നിരിക്കുന്നത്. ഗായ്സ് അപ്പോഴും കാര്യങ്ങൾ എൻ്റെ അനിയത്തിയും കാര്യങ്ങളും ഇവിടെ വന്നായിരുന്നു. എടി ഇങ്ങോട്ട് വന്നേ ഗായ്സ്. അപ്പം അവളും കാര്യങ്ങളും വന്നു. അവളും സനാൻഡ്രസ് കളിക്കുന്ന ആളാണ്. ഞാനും അവളെ ഇടയ്ക്ക് മൾട്ടിപ്ലെയർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനും അവളും മൾട്ടിപ്ലെയർ കളിക്കാം. ഹലോ എന്ന് വെച്ചടി. ഹലോ അതാണ് കഴിച്ചിട്ടുണ്ട് എണീറ്റപ്പം. മിക്കും കാര്യങ്ങൾക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വ്ളോഗിങ്ങിലൊക്കെ ഇടയ്ക്ക് എൻ്റെ കൂടെ വരാറൊക്കെയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോളിപ്പോൾ വന്നതേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ പോകണം. ഇന്നത്തെ വീഡിയോ വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ടായിരുന്നു. പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാങ് ഉണ്ട്, ബല്ലസ് ഗ്യാങ്. അവന്മാരുമായിട്ടൊരു സീൻ ഫൈറ്റും കാര്യങ്ങൾ നടത്തണം. അവന്മാരവിടെ ഉണ്ടോ എന്ന് നോക്കാനാണ് വന്നത്. അപ്പോൾ അവന്മാരവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഫസ്റ്റ് അതിനെ കൊണ്ട് നമ്മുടെ ബൈക്കും കാര്യങ്ങളും വീട്ടിലിട്ടിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ട് വരാം. വേറെ ആരുടെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഗൈസ് ഈ വഴി നേരെ പോയാൽ എത്തുമെന്ന് തോന്നുന്നു. അറിയില്ല, അറിയാം അല്ല അറിയില്ല. ഗൈസ് അവൻ ഇതേ ടാക്സി അംബാസിഡർ ആണെന്ന് തോന്നുന്നു. ഗൈസ് ഈ പോലീസുകാർ ഭ്രാന്തന്മാരാന്ന് തോന്നുന്നു. ഗൈസ് എനിക്ക് ഈ കാർ ഇഷ്ടമില്ലാന്ന് നിങ്ങൾക്കറിയാം. ഗൈസ് ഇവിടെയിൽ ഞാൻ എത്ര പ്രാവശ്യം തോന്നുന്നു എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് കമൻറ്റ് അടിച്ചേക്ക് ഗൈസ്. ദുബായ് ജോസ് എൻ്റെ വീഡിയോ താഴെ കമൻറ്റ് ഇട്ടില്ലേ? അപ്പോൾ ആ ഒരു ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഓ ഗൈസ് പറന്ന്. പക്ഷേ ഇവനെയും കൊണ്ട് എന്തിനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ? ഇവരും വേണമല്ലോ അല്ലേ. അപ്പോൾ ഗൈസ് ഇവിടെ ഗ്യാങ്ങിനൊക്കെ അവിടെ പോയി വിളിച്ച് കൂട്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് അനുസരിച്ചൊരു വലിയ വണ്ടി വേണം. വലിയ വണ്ടി നമുക്ക് അവിടെ തന്നെ ഉണ്ട്. ബട്ട് ഇവിടെ നിന്നൊരു ചെറിയ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വലിയ വണ്ടി കൊണ്ടുപോയിട്ട് ഗ്യാങ്ങിനെയൊക്കെ വിളിക്കണം. ഗൈസ് ബല്ലാവ് ഗ്യാങ് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണ്. സാബു അവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ വെടിവെക്കും. പിന്നെ ബാബുവിനെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ബാബു വരണ്ടേ ഗൈസ്. ബാബുവിന് നിങ്ങൾ ഈ വീഡിയോ കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. കാറൊക്കെ ഇടയ്ക്കൊക്കെ എടുക്കാറുള്ള അവൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലെടുത്ത് സൈക്കിളും കാര്യങ്ങളും വെച്ചേക്കണത്. ഗൈസ് എൻ്റെ പൊന്നു ചെറുക്കം മാറടാ. മാറി മാറി വരുന്നുണ്ടെങ്കിൽ വാ. പെട്ടോ അവർ കണ്ടിരുന്നുണ്ട്. ഞാൻ മതിലി അടിയാണ് ഗൈസ് പോകുന്നത്. വേണമെങ്കിൽ അത് വന്നേക്കെ. നമ്മളും കാര്യങ്ങളും കുറച്ച് സ്പീഡുള്ള വണ്ടി എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഓക്കെ ഗൈസ് ഒരു BMW M5 ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് M5 ഒന്നുമില്ല, ഇത് BMW വേറെ ഏതോ. ഗൈസ് ഈ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോയാലോ? ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് മറ്റേ വലിയ വണ്ടി എടുത്തുകൊണ്ട് പോകണേ. അപ്പം നമുക്ക് ഈ ബൈക്കും കാര്യങ്ങളൊക്കെ മതി. ഗൈസ് നമ്മളെന്താണ് ഗൈസ് കാണിക്കണേ? ഓ ഗൈസ് ചാടിക്കറി ഗൈസ്. ഓ ഗൈസ് പൊള്ളുന്നു ഗൈസ്. എവിടേക്ക് പൊള്ളുന്നു ഗൈസ്. ഭയങ്കര ചൂട് ഗൈസ് സീറ്റിലൊക്കെ. ഇനി നമ്മൾ കാര്യങ്ങൾ സീൻ ഡ്രൈവറൊക്കെയാണ് അല്ലേ? ഗൈസ് ഈ വണ്ടിയാണോ നമ്മൾ മോഡിഫൈ ചെയ്തത്? ഓക്കെ ഗൈസ് സീൻ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ടൈം നിങ്ങൾ കണ്ടായിരുന്നില്ല. ഇപ്പം അത് അവൻ്റെ കുറ്റോ, ഞാൻ പിടിച്ചല്ലോ. പോയാനോ? ഓ കണ്ടായിരുന്നു എൻ്റെ ഡേ കൂടി കയറി വന്നേ. അതാണ് ഗൈസ് ഇവളെ സീനാ. പോലീസുകാരുടെ അടുത്ത് പോയിട്ട് ഒരു പോലീസിനടിച്ച് 5 സ്റ്റാറിലൊക്കെ ഓടി രക്ഷപ്പെടുന്ന ആളായി ഇവളെ എൻ്റെ അടുത്തിരിക്കുന്നത്. സൈക്കോയാ ഗൈസ് സൈക്കോ. ഗൈസ് ഇവിടെ ഞാനായിട്ടുള്ള വീഡിയോസിന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചിടാം അല്ലേടി? ഞാൻ എങ്ങോട്ടും ഗൈസ് ഇവിടെ എല്ലാ വീഡിയോയും ചെയ്യും. ഇവക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, നേഹാദ എക്സ്പ്ലോറർ എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ചെയ്തേക്ക്. നമുക്ക് ഇവിടെയും കാര്യങ്ങൾ ഇവിടെയാണ് വല്ലാത്ത ഗ്യാങ്ങിൻ്റെ വീട്. അപ്പോൾ അവന്മാർ അറിയാതെ നമുക്ക് നേരെ ഇവിടം വരെ പോയിട്ട് ഇവിടെ നേരെ വണ്ടി എടുത്ത് ഇവിടുത്തെ സ്കൂട്ടാവണം. എൻ്റെ ഒരു പാട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ എൻ്റെ പാട്ടിനേക്കാളും അടിപൊളിയാണ് ഗൈസ്. ഇവള് ഈ ടൂളൊക്കെ ഇവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനാണെങ്കിൽ മറ്റേ ഏതൊരു സിനിമയിലെ പാട്ടൊക്കെ കട്ടെടുത്തുണ്ടാക്കിയതുകൊണ്ടേ ആ പാട്ട് നല്ല അടിപൊളിയാണ്. നിങ്ങൾ കണ്ടു നോക്കണം. ചിരിക്കാൻ കുറച്ചൊക്കെ ഉണ്ട്, അപ്പം നിങ്ങൾ ചിരിക്കണം. ഈ അടിപൊളിയാണ്. വീഡിയോ സോങ്ങാണ്. ഓ ഇത് അടിപൊളി സ്ഥലം കേട്ടോ, ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലം.
നീ പറഞ്ഞു ഗൈസ് ട്രക്കിങ്ങിന് പറ്റി അടിപൊളി സ്ഥലം. ഇടയ്ക്ക് ഇതിലെ കൂടി നടന്നൊക്കെ വരാം ട്രക്കിങ്ങിന്. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാം. സ്ഥലമൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടല്ലേടി. ത്രലാലോ ത്രലല. എത്ര സബ്സ്ക്രൈബേഴ്സോ? 35. ഗായ്സ്, അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓ ഗായ്സ് ഓടാ. ഞാൻ പറക്കുവാണ് ഇവിടുന്ന്. കുറച്ച് പോയേ സാബു വെടി വെക്കടാ. നമ്മളാണെങ്കിൽ കാട്ടിൽ കൂടി കയറി പോവാണ്. എന്തൊക്കെ വന്നാലും നോ പ്രോബ്ലം. ഏറ്റവും പഠിക്കാൻ എന്തൊക്കെ ഓൺ ദ ബാക്ക്. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, ഈ ഒരു കാര്യം എന്താ അറിയില്ല, നല്ല ഫീലിംഗ് ഉണ്ട് ഇതിലെ കൂടി പോകുമ്പോൾ അല്ലേ. ഗൈസ്, എവളാണ് ഗൈസ് ഓടിക്കുന്നത്? ഗൈസ് അടി ബ്രേക്ക്. പോട്ടെ. വളവെത്തുമ്പോൾ ബ്രേക്ക് കുടിച്ചാൽ വളവെത്തുമ്പോൾ ബ്രേക്ക് കുടിക്കും. ഗൈസ്, അവിടെ കാര്യങ്ങൾ നമ്മളൊരു വ്യൂ പോയിന്റിലും കാര്യങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇറങ്ങി നോക്കാം. നമുക്ക് ഇവിടെ കാര്യങ്ങളൊന്നും ഇറങ്ങാം. പോലീസുകാർ സുന്നാവാ. മറ്റേ 24 ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ട് പോലീസുകാരൊക്കെ സുന്നാവാ. എന്തിയേ ഈ ഗൈസ്, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ? അത് ശരി, വഴി തെറ്റി. അപ്പോൾ ഗൈസ് അവളാണ് ഗൈസ് ഓടിക്കുന്നത്. ഇപ്പം ഞാനാണ് ഓടിക്കുന്നത്. അവളാണ് ഇത്രയേരം ഓടിച്ചുകൊണ്ടിരുന്നത്. ഗൈസ് അത് പറപ്പിക്കും. നിങ്ങളിപ്പോൾ കണ്ടുപിട്ടുന്നതല്ല, ഇപ്പം യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടാണ്, വല്ലവൻ്റെയും ബൈക്ക് ആയതുകൊണ്ടായത്. ഓ ഗൈസ്, അതേതാണ് ഗൈസ് ആ ബൈക്ക്. ഓ ഗൈസ്, പൊളി ഗൈസ്. മോനിതാണ് ഈ ബൈക്ക്. ഇവിടെ നിന്നേ പോലീസുകാരെയാണ് വെടി വെക്കണേ. വഴി തെറ്റി ഗൈസ്. ഇനി നമുക്ക് ഗൈസ് ഇനി അത് സ്റ്റാർ ഉണ്ടല്ല, പോലീസ് ഇടിക്കാൻ വരണ്ട. അത് പറഞ്ഞു. അവള് പറഞ്ഞ 1 സ്റ്റാർ അവിടെ രക്ഷിടാൻ പറഞ്ഞു. സ്റ്റാറൊക്കെ ഉണ്ടല്ലോ അവിടെ രക്ഷിടാം. പോലീസുകാർ പിടിക്കാൻ പറഞ്ഞു. നമ്മളും കാര്യങ്ങളും ഇനി നിങ്ങൾ മാസ്മരിക ഇർഫാൻ്റെ പ്രകടനമായിട്ട് കാണാൻ പോകും. BGM ഒക്കെ നമ്മൾ വാഗോണ്ടിരുന്നു ഗൈസ്. BGM ഉണ്ടോ നമുക്ക്? ഉമ്മാരെന്താ കാണിക്കണം? എന്താ തോന്നി മാസം ഉമ്മാർ കാണിക്കാം. വീടും കാര്യങ്ങളെത്തിയാല്ലേ കോക്കറാങ്ങളൊക്കെ കാണിക്കണ്ട. പക്ഷെ ബല്ലാസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്കും കാര്യങ്ങളും പതുക്കെ ഈ ജീപ്പിൽ പോയി ആൾക്കാരെയും കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. എന്തേ ഗൈസ്, ഉമ്മാരെ സാബു കാണണ്ട. സാബുവിനെ ഇവിടെ ഇട്ടിട്ട് പോയേക്കാം. നമുക്കൊയി നമ്മുടെ മെമ്പേഴ്സിനെ ഗ്യാങ് വാർ എടുക്കാൻ പോവാണ്. അവന്മാരെ ആ ഗ്രോസ് റേറ്റിൻ്റെ അവിടെ പറ്റി പിടിച്ച് കാണും. സൈഡിൽ കൂടെയൊക്കെ നോക്കിയിട്ടില്ല, കൂടെയൊക്കെ നടക്കണ്ടില്ല. എന്തോന്ന് അല്ല അഗ്രിയിൽ കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്നാ കാണിക്കണേന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കൈ ചൊറിയാൻ തോന്നി ചൊറിഞ്ഞു. വഴി കറക്റ്റായില്ല. ഇനിയിപ്പോൾ എന്നാ? ഓ ഗായ്സ് കെട്ടി ഗായ്സ്. ഗായ്സ് ഇവനെ വിളിക്കണം. പിന്നെ നമ്മുടെ സാബുവിൻ്റെ അനിയനെ വിളിക്കണം. ഇയാളെപ്പോലെ 7 ആൾക്കാരൊന്നുമില്ലേ, അന്ന് വണ്ടി കയറി വെച്ചൂസ്. പുറകിലത്തെ സീറ്റിന് എന്തിനാ? പുറകിലത്തെ സീറ്റിൽ കയറി മോനെ വേണ്ടേ? വേണമെങ്കിൽ വേണ്ട. അവൻ വന്നില്ല. വരണ്ട. പുറകിലത്തെ സീറ്റ് പിന്നെ ആർക്കാ? മാത്രം തോന്നിവാസം കാണിച്ചോ.
പറപ്പിക്കുവാണ് ശിവനെ. ഷൂ വഴി മാറി. ഗൈസ് അത് കണ്ടായിരുന്നു, ഞാനും പറഞ്ഞേ. ഇതെന്തോ മെഷീനാണല്ലോ, ഞാനിതിപ്പോൾ കണ്ടതുള്ളേ. എന്നടാ എന്തോ പറഞ്ഞേ? അയ്യോ ഇതെന്തോ മെഷീനിൽ കയറി ഗൈസ് ഞാൻ. ഓ ഗൈസ് ഇത് പല്ലാസ് ഗ്യാങ്ങിൻ്റെ മെഷീൻ. ഇതെന്തോ ചെയ്യണം, പക്ഷെ ഇതിപ്പോൾ ചെയ്യണ്ട. എന്നാൽ പിന്നെ ഇപ്പോഴേ ഈ ഫൈറ്റ് ഇപ്പോഴേ ചെയ്തേക്കാം. അതിനുള്ള ഫൈറ്റ് എന്നത് എന്നാ ഗൈസ്, ഇത് ഏത് വഴി പോകണ്ടേ? ഓ ആ വഴി നമുക്ക് ആ വഴി പോയി ഫൈറ്റ് ചെയ്യാം ഗൈസ്. ദ ഫൈറ്റ് ബിഗിൻസ്. ഞാനും അവരും മാത്രം. AK-47 കലാഷ്നിക്കാവോ പടച്ചോനെ. ഇത് റെയിൽവേ സ്റ്റേഷനല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലാണ്ട് ഗൈസ്. ഇവിടെ ഒരു മാസ് സത്യം ഗൈസ്. ഈ മെഷീൻ കളയാൻ വേണ്ടി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നാ ഉമ്മാരം തോന്നുന്നു നമ്മൾ ചെയ്യാത്തത്. അതൊന്നും അറിയില്ല. നമ്മളെന്തായാലും ഈ സർക്കിളിൽ പോയി നിന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ടായിരിക്കും. അയ്യോ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിരുന്നു. അല്ലല്ലോ പോലീസ് വന്നാലൊന്നും നമുക്ക് ബുദ്ധിയില്ല. ഓ ഗൈസ് ഈ വണ്ടി. അയ്യോ പോലീസ്. അയ്യോ വണ്ടി ആണെങ്കിൽ എടുക്കാനും പറ്റുള്ള. ഞാൻ ഇവിടെ നിന്ന് ഓടാൻ പോവാ ജീപ്പ് കൊടുത്തുകൊണ്ട്. ചെറുക്കനെ അവിടെ കിടക്കട്ടേന്ന്. ഏത് ജില്ല നമ്മൾ കാര്യങ്ങൾ. ഇനി നമ്മുടെ വീട് വരെ പോകണം ഗൈസ്. ഫൈറ്റും കാര്യങ്ങളും തീർന്നുണ്ട്. സ്മോൾ ഫൈറ്റ് ആയിരുന്നു നടന്നത്. നമുക്ക് ഇവന്മാരെ ഇടിച്ചിട്ടേക്കാം. ഇത് നമ്മുടെ ഗ്യാങ് ആയിരുന്നു. ആ ഒരു മിഷൻ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ആ മിഷൻ ചെയ്യാം. എന്നാത് മിഷനാ അല്ലേടി? ഇവിടം വരെ പോവാം. ബാക്കി വഴി എനിക്കറിയാം അല്ലേടി? അയ്യേ പറ്റിച്ചേ. അയ്യാൾക്ക് എന്നെ കണ്ണു കാണത്തില്ല. ഞാൻ മറ്റവനെ പോലീസ് വിളിച്ചെന്ന് തോന്നിയിട്ടാണ്. ഞാൻ അവനെ അവിടെ ഇട്ടിട്ട് വന്നു. ഹലോ നമ്മുടെ പേരാണ് ബെനും. അവന്മാരെ ഇനി വിളിക്കണ്ട. അവന്മാരുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞു. പോലീസ് വരാണെങ്കിൽ പറഞ്ഞാൽ മതി ഗൈസ്. ഈ ടാക്സിക്കാരില്ലേ ഗൈസ് പോലീസ്. അയ്യോ അവനെന്താ കാണിച്ചേ? വണ്ടിയുടെ ടയർ ഒരു ഗ്യാങ് മെമ്പർ അവൾ പറഞ്ഞിട്ട് എന്നെ കൂട്ടിയാൽ മതിയായിരുന്നു. വണ്ടിയുടെ ടയർ പോയി ഞാൻ ഇവിടെ നിന്ന് തുണിയും പൊക്കി ഇടേണ്ടി വരും. നിന്നെ ആരുടെ ഇവിടെ കൊണ്ടാക്കിയേ? ഓട്ടം പോയില്ലേ? നമ്മളും കാര്യങ്ങൾ പുതിയ അർബാനിയൊക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ അർബാനയിൽ ഇങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകണ ഒരു ജോലിയാണ് എൻ്റെ കൊച്ചൻ്റെ മാമാക്ക്. അപ്പം മാമ ഇങ്ങനെ കൊണ്ടുപോവാണ്. അർബാന പൊളിയാണ് ഗൈസ്. മുത്താണ് ഗൈസ്. ചങ്കാണ് ഗൈസ്. ഈ വണ്ടി ആ ഗൈസ് ഇവിടെ വാപ്പാണ് അർബാന ഇരിക്കാൻ. Yeah guys, he is my uncle. So that is why I call him Kocha. അല്ല കുഞ്ഞിലെ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്താ വിളിക്കണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കൊച്ചാടെ പേര് അനസ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചേ ഡാ അനസ ഇങ്ങോട്ട് വന്നേ എന്നായിരുന്നു ഗൈസ്. അപ്പം അത് മാറ്റി പിന്നെ കൊച്ചാന്ന് വിളിക്കാൻ പറഞ്ഞു തന്നു. അങ്ങനെ കൊച്ചാന്നൊക്കെ വിളിച്ചു. അങ്ങനെ വിളിച്ച് അല്ലേ നമ്മുടെ മുത്താണ്. കൊച്ചാ. ഓക്കെ ഗൈസ്, നമ്മുടെയും കാര്യങ്ങളും വീഡിയോ ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് ബൈ ബൈ.